ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സൂപ്പർ മോം സീരീസിന് ഫെദിയാണ്. അപ്പോൾ ഇന്നത്തേത് ഒരു ഇഫ്താർ വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ ഇഫ്താറിന് ഞങ്ങളുടെ കൂടെ എൻ്റെ ബ്രദറും ഫാമിലിയും പിന്നെ എൻ്റെ സിസ്റ്റർ മോള് എല്ലാവരും ഉണ്ട്. നമ്മൾ കവാനീജിലുള്ള ഖുറാനിക് പാർക്കിലാണ് ഇഫ്താർ പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഈവനിങ്ങിലേക്ക് ഞങ്ങളെല്ലാവരും അവിടെ എത്താമെന്നുള്ള പ്ലാനായിരുന്നു. ഒരു പാർക്ക് വരുന്നത് ദുബായിലാണ്. അപ്പോൾ അവർക്കായാലും നമുക്കായാലും ഈ ഒരു വെന്യൂ കുറച്ചുകൂടി ഈസിയാണ്. ഈവനിങ്ങിൽ അവിടെ എത്തി നല്ല ഭംഗിയുള്ള സ്പോട്ടാണ് കേട്ടോ അത്. ഫുഡൊക്കെ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുക ചെയ്തത്. ഏകദേശം 4 സ്നാക്സ് നമ്മൾ ഡിസൈഡ് ചെയ്തു. 2 ഞാനും അവളും ഉണ്ടാക്കി. അതുപോലെ ഡിന്നർ ഐറ്റംസ് ഞാനൊരു ഐറ്റം ഉണ്ടാക്കി, അവളും ഒരു ഐറ്റം ഉണ്ടാക്കി. ഞാൻ പ്രിപ്പയർ ചെയ്തത് ഉന്നക്കായും പിന്നെ അതുപോലെ ഇറാനി പോള പിന്നെ ഫുൾ ചിക്കൻ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കി. അതിൻ്റെ കൂടെ നൂൽ പൊറോട്ടയും. അവളാണെങ്കിൽ ചെമ്മീൻ ഉണ്ടപ്പുട്ട്, അതുപോലെ ഒരു സാൻഡ്വിച്ച്, പിന്നെ ഗീ റൈസും ബീഫ് കറിയും. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തു, ഒന്ന് ഫിക്സ് ചെയ്തു. അങ്ങനെ ഇതാ ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ ചിക്കൻ എന്ന് പറഞ്ഞാൽ 2 ഫുൾ ചിക്കൻ വെച്ചിട്ടാണ് റെഡിയാക്കിയത്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ ഒരു ഗാദറിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത്, അതായത് ഫുഡൊക്കെ ഓരോരുത്തർ പ്രിപ്പയർ ഒക്കെ ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ ഈ വീതം ഒരുപാട് ഐറ്റംസ് ഒന്നും ആക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഇപ്പം 2 ചിക്കൻ മതിയാവുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ഇതിനു മുൻപും പലപ്പോഴായിട്ട് ഇങ്ങനെയുള്ള ഗാദറിങ്സ് നടക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഉണ്ടാക്കിയിട്ട് പലപ്പോഴും വേസ്റ്റ് ആവാറാണ് പതിവ്. കാരണം ഓരോരുത്തരും ഓരോ ഐറ്റംസ് 1, 2, 3 ഐറ്റംസൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഇതൊക്കെ എന്തായാലും എല്ലാവർക്കും ട്രൈ ചെയ്യേണ്ടി വരും. എല്ലാം കുറേശ്ശെ ട്രൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വയറ് ഫില്ലാവും. അതുകൊണ്ട് തന്നെ എല്ലാ ഐറ്റംസും എല്ലാവർക്കും എത്തുന്ന രീതിയിൽ ഒരു ലോ ക്വാണ്ടിറ്റി മതി. അങ്ങനെ ആകുമ്പം എല്ലാ ഐറ്റംസും നമുക്ക് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യാം. മാത്രമല്ല ഭയങ്കര ഫില്ലിങ് ആവുകയും ചെയ്യില്ല, വേസ്റ്റ് ആവുകയും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഏകദേശം ഒരു 1.25 കിലോന് അടുത്ത് പഴം കൊണ്ടാണ് ഞാൻ ഉന്നക്കായ ഉണ്ടാക്കിയത്. അതുപോലെ 2 ഫുൾ ചിക്കൻ. നമ്മൾ ഏകദേശം 10-11 പേരുണ്ടായിരുന്നു ടോട്ടലി. 2 ഫുൾ ചിക്കൻ. അപ്പം അധികം വേസ്റ്റ് ഒന്നും ആകാത്ത രീതിയിൽ നമുക്ക് അന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ബാക്കി ഉണ്ടായ ഫുഡ് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചെടുത്തു. ബാക്കിയെല്ലാം സ്നാക്സ് ആയാലും എല്ലാം കംപ്ലീറ്റ് അവിടെ നിന്ന് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലേ ചെയ്യാവുന്ന, നമ്മൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടൊന്നും കൊണ്ടുപോകാൻ പാടില്ല. കുറേ ഐറ്റംസ് ഉണ്ടാകുമ്പം കുറേശ്ശെ മതിയാവും. അപ്പോൾ ഫുൾ ചിക്കൻ ഗ്രേവിയുടെ മസാല ഞാൻ റെഡിയാക്കിയാണ്. നമുക്ക് ഈ ഒരു മസാലയിൽ ചിക്കൻ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ആ ഒരു പണി ചെയ്യുകയാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ശേഷം നമുക്ക് വേണ്ടത് കുറച്ച് സ്പൈസസ് ആണ്. ഗരം മസാല വേണം, കുരുമുളക് പൊടി വേണം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മന്തി മസാലപ്പൊടി. അപ്പോൾ ഇത്രയും സ്പൈസസ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കൻ സ്റ്റോക്കാണ്. ഇതിലേക്ക് തന്നെ ഗ്രീൻ പാർട്ട് ഇടണം. അത് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു ഫുൾ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മല്ലിയില, പുതിനയില ഇതും നന്നായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് വിനീഗറാണ്. വിനീഗർ എല്ലാം ഇട്ടിട്ട് പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ടില്ല, എല്ലാം കൂടിയിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ചിക്കൻ ഇതുപോലെ ഫോർക്ക് കൊണ്ട് നല്ലപോലെ ഒന്ന് കുത്തി കൊടുക്കുക. ഉപ്പ് നല്ല രീതിയിൽ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ്റെ ഫുൾ ബോഡിയിൽ നന്നായിട്ട് ഫോർക്ക് കൊണ്ട് കുത്തിട്ട് കൊടുക്കുക. അതിന് ശേഷം ഈ മസാല നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. നമുക്ക് ഈ ഒരു ഗ്രേവിയിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഒരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിൽ. എന്നിട്ടാണ് ആ ഒരു പിന്നെ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ഒരു 1 ഹവറെങ്കിലും വെച്ചതിന് ശേഷം നമുക്കത് ഒന്ന് ഫ്ലെയിം ഓണാക്കി കൊടുക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കൂടി പറയാം. അപ്പോൾ ഈ ഒരു ചിക്കൻ ഞാൻ ഇറാനി പോളയ്ക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ തയ്യാറാക്കുന്നത് ഇറാനി പോളയും ഉന്നക്കായും അതുപോലെ ഈ ഫുൾ ചിക്കൻ ഗ്രേവി പിന്നെ നൂൽ പൊറോട്ടയാണ്. അപ്പോൾ ഉന്നക്കായൻ്റെ പഴം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ആവി കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ ഫോർക്ക് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ അടിച്ചെടുക്കുന്നത്. ആദ്യം ഫോർക്ക് വെച്ചിട്ട് ഓരോ പഴം എന്നുള്ള രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കും. അതിന് ശേഷം നമ്മുടെ ആ ഒരു പ്രസ് ചെയ്ത് നമുക്കൊന്ന് ആ ഒരു സംഭവം ഉണ്ടല്ലോ, എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് വെച്ചിട്ട് നന്നായി ഒന്ന് ഉടച്ചെടുക്കും. ശേഷം കൈകൊണ്ട് തന്നെ ഡയറക്റ്റ് കുഴച്ചെടുക്കാറാണ് പതിവ്. ഈ രീതിയിലാണ് ഉന്നക്കായൻ്റെ മാവ് തയ്യാറാക്കുന്നത്. മുൻപൊക്കെ ഗ്രൈൻഡറിലായിരുന്നു ഉന്നക്കായൻ്റെ മാവ് ആ ഒരു സംഭവം തയ്യാറാക്കുന്നത്. പക്ഷേ ഗ്രൈൻഡർ കേടായിപ്പോയി.
അതിന് ശേഷം റെഡിയാക്കാൻ നോക്കിയിട്ടുണ്ടായില്ല. പിന്നെ വെച്ചാൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഗ്രൈൻഡറിൽ ഇടുമ്പോൾ വലിയ മെനക്കെടലാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു രീതി തന്നെയാണ് ചെയ്യാറ് കേട്ടോ. ആദ്യം ഫോർക്ക് വെച്ചൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കും, അതിനുശേഷം ഈ ഒരു സംഭവം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കും. പിന്നെ എൻ്റെ ഒരുവിധം എൻ്റെ റെസിപ്പീസിൽ എന്തെങ്കിലും ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ടാകും. അപ്പം അങ്ങനെ ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. കുറച്ച് പശു നെയ്യ് ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഉന്നക്കായൻ്റെ മാവ് ഉരുട്ടുന്ന സമയത്ത് കയ്യിൽ പറ്റി പിടിക്കുന്ന പ്രശ്നമില്ല. മാത്രമല്ല ഉന്നക്കായ കടിക്കുമ്പോൾ തന്നെ നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്തിട്ട് കടിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ വരും ആ ഒരു പശു നെയ്യിൻ്റെ. അപ്പോൾ ഞാൻ എൻ്റെ ഒരുവിധ റെസിപ്പീസിലെല്ലാം എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്തിട്ട് അതിനൊന്ന് ഡിഫറെൻ്റ് ആക്കാൻ നോക്കാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു സംഭവമാണ് ഇത്. അപ്പം അതിനുശേഷം ഇറാനി പോളൻ്റെ മസാലയൊക്കെ തയ്യാറാക്കി. ഇറാനി പോളയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ നല്ല ബിസി ആയിരുന്നു അന്ന്. വൈകിട്ട് ആ ഒരു ടൈം നമുക്ക് ആ ഇഫ്താറിൻ്റെ ടൈം ആകുമ്പോഴേക്ക് എത്തണമല്ലോ. അപ്പം അത്ര ചടപടാന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിനിടയിൽ ഞാൻ നമ്മുടെ ചിക്കൻ, ആ മാരിനേറ്റ് ആയിട്ടുള്ള ചിക്കൻ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളിതുപോലെ തിരിച്ചും മറിച്ചും ഒരു 1 hour കുക്ക് ചെയ്തെടുക്കാനുണ്ട്. എന്നിട്ട് ഫൈനലി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇറാനി പോളൻ്റെ ഫസ്റ്റ് ലെയർ സെറ്റായിട്ട് വന്നതിന് ശേഷം അതിൻ്റെ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വീണ്ടും മൂടി വെച്ച് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും സെക്കൻഡ് ലെയർ ഇട്ട് കൊടുത്തു, വീണ്ടും മസാല ഇട്ട് കൊടുത്തു. ഇറാനി പോള നല്ല ടേസ്റ്റാണ്, ഈസി ആയിട്ടുള്ളൊരു ഡിഷാണ്, പക്ഷേ സെയിം ടൈം നല്ല ടേസ്റ്റാണ്. അതിലും ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടെ പറയുന്നില്ല, അത് പിന്നീടൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫുള്ള് സെറ്റായി 1 hour തിരിച്ചും മറിച്ചും ഇട്ട് ഞാനത് കുക്ക് ചെയ്തെടുത്തു. ഫൈനലി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് നമ്മുടെ അണ്ടിപ്പരിപ്പുണ്ടല്ലോ, അത് അത്യാവശ്യം നല്ല കട്ടിയിൽ ഒരു ബ്ലെൻഡറിലിട്ട് അരച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പൊറോട്ടയ്ക്ക് വേണ്ടി ഞാൻ റെഡിയാക്കിയിട്ടുള്ള കറി. ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഫുൾ ചിക്കനാണ്, നല്ല ടേസ്റ്റിയാണ് ആ ഒരു സംഭവം. അങ്ങനെ ഇറാനി പോലെ ആയി, നമ്മുടെ ഫുൾ ചിക്കൻ ഗ്രേവി ആയി, ഉന്നക്കായി ഉരുട്ടി വെച്ചു. അന്നത്തെ ദിവസം സാരയില്ല കേട്ടോ, ഞങ്ങളുടെ കൂടെ അവള് എൻ്റെ ബ്രദറിൻ്റെ അടുത്തായിരുന്നു. അവൾക്ക് ഗിഫ്റ്റിൻ്റെ ഒരു കോർപ്പറേറ്റ് ഓർഡർ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ സാധനങ്ങൾ കളക്ട് ചെയ്യലും മറ്റും എല്ലാമായിട്ട് ദുബായ് സൈഡിൽ തന്നെയായിരുന്നു. അവൾ 2 ദിവസമായിട്ട് ബ്രദറിൻ്റെ കൂടെ തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഹെൽപ്പിന് ആരും ഇല്ല, ഇനായുണ്ട്. അവൾ വീടിനകത്തുള്ള സെറ്റ് ചെയ്യലും കാര്യങ്ങളെല്ലാം അവൾ ചെയ്തു. ബാക്കി രാവിലെ, അതായത് ഞാൻ ഏകദേശം ഒരു 11:30 മണിക്കാണ് ഞാൻ ഈ ഐറ്റംസ് എല്ലാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. ഞാൻ തന്നെ ബാക്കിയെല്ലാം റെഡിയാക്കി. ഇനായൻ്റെ ചെറിയ ചെറിയ ഹെൽപ്സ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഉന്നക്കായും ഫ്രൈ ചെയ്തെടുത്തു. ഫൈനലി ഇതാ ക്ലീനിങ് പാർട്ടാണ്. ക്ലീൻ ചെയ്തു, കിച്ചണെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത്. അൽഹംദുലില്ലാ എന്തായാലും ഒരു 3-3:30 ആകുമ്പോഴേക്ക് ഇറങ്ങാനുള്ള പ്ലാനായിരുന്നു. 3 മണിയാകുമ്പോഴേക്ക് എൻ്റെ പണികളെല്ലാം തീർന്ന് എല്ലാം നീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ പിക്നിക് ബാഗിലേക്ക് കുറേ ഐറ്റംസ് എല്ലാം തലേന്നേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്നുകൂടി സെറ്റാക്കി വെക്കുകയാണ്. പിന്നെ വലിയ ഫ്ലാസ്കിൽ നിറയെ ചായ എടുത്തിട്ടും ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും പാകത്തിനുള്ള ചായ. അതും അതിൻ്റെ ഇടയിൽ സെറ്റാക്കി. ഇന്നത്തെ പോക്കിൽ എനിക്ക് കുറച്ച് ഡെലിവറീസ് കൂടി ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് നമ്മുടെ ഇഫ്താറിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിസ്കാരത്തിനൊക്കെ ശേഷം ഡെലിവറി ചെയ്യാനുള്ള പ്ലാൻ. അപ്പോൾ ലോറ് നിസ്കാരമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങാൻ പോവാണ്. ഒരു 6 മണിക്കെങ്കിലും അവിടെ എത്തണം, എന്നാലാണ് നമുക്ക് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ആക്കി സമാധാനത്തിലായി അവിടെ ഇഫ്താറിൻ്റെ ടൈമിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ, മാഷാ അല്ലാ. സാധാരണ പോലെ തന്നെ ഞാൻ എന്തൊരു പ്രോഡക്റ്റ് റിവ്യൂ ചെയ്താലും അന്നത്തെ വീഡിയോയ്ക്ക് ഭയങ്കര റെസ്പോൺസ് ആയിരിക്കും. ഒരുപാട് ആൾക്കാർ വന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് എത്രമാത്രം എൻക്വയറീസ് വരുമ്പോൾ 2 ദിവസമൊക്കെ എടുത്തിട്ടാണ് ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നത്. കാരണം ഒറ്റ ഇരിപ്പിൽ നമുക്ക് ഇരുന്നിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല. എന്നാലും എല്ലാ ക്വയറീസിനും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുമുണ്ട്. ഒരുപാട് പേര് ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞ തവണ അയച്ച എല്ലാ ബാച്ചസും ഫുള്ളായി പ്രീ ബുക്കിംഗ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി പറയാനുള്ളത്, ഇൻഷാ അല്ലാ ഞാനൊരു പുതിയ പ്രോഡക്റ്റ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട്. പുതിയതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് കൊണ്ടുവരാൻ പോകുന്നത് ഇൻഷാ അല്ലാ. അതായത് നമ്മൾ കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. എന്താണെന്നുള്ളത് ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അതും ബൾക്ക് സ്റ്റോക്ക് ചെയ്യാനുള്ള പ്ലാനിലാണ് കൊണ്ടുവരുന്നത്.
പുതിയ ലോഞ്ചാണെന്ന് തന്നെ പറയാം കേട്ടോ. നല്ല ഭംഗിയുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് എന്തായാലും കാത്തിരിക്കുക. ആ ഒരു വീഡിയോയിൽ എന്തായാലും ഒരു ഗിവ് അവേ ഉണ്ട് ഇൻഷാ അല്ലാ. ഗിവ് അവേക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതെന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ തന്നെ പറയാം കേട്ടോ. അപ്പം ആ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും കാണുക. നല്ലൊരു പ്രോഡക്റ്റാണ്, പെട്ടെന്ന് തന്നെ വന്ന് ഓർഡർ ചെയ്യാം. ഇപ്പോൾ മുൻപ് തന്നെ നമ്മൾ ഡച്ച് ഓവൻസൊക്കെ ഒരുപാട് സ്റ്റോക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഏകദേശം നല്ല എമൗണ്ട് ഡിസ്കൗണ്ടിലായിരുന്നു ഞാനത് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴും എനിക്കതിന് എൻക്വയറി വരുന്നുണ്ട്. അപ്പോൾ ഈ സിംഗിളായിട്ട് എൻക്വയറി വരുന്ന സമയത്ത് എനിക്ക് ആ പഴയ പ്രൈസിന് കൊടുക്കാൻ പറ്റില്ല, അതിനേക്കാളും കുറച്ച് കൂടും. പക്ഷേ മേ ബി ഇനിയും നമ്മളത് ഡച്ച് ഓവൻ പോട്ട്സ് സെറ്റാണ് ഞാൻ പറയുന്നത്, ബൾക്ക് സ്റ്റോക്ക് ചെയ്യുമായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് അതേ പ്രൈസ്, പഴയ ആ ഒരു ഡിസ്കൗണ്ട് പ്രൈസിന് തന്നെ നിങ്ങൾക്ക് തരാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ബൾക്ക് സ്റ്റോക്ക് ചെയ്യുന്ന പ്രോഡക്ട്സ് ഞാൻ സ്റ്റോക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ വാങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ല പ്രൈസിനായിരിക്കും കിട്ടുക. പിന്നീട് നിങ്ങൾ വന്ന് സിംഗിൾ എൻക്വയറി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൈസ് എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും. എന്തായാലും അതിൻ്റെ മുകളിൽ കുറച്ച് കൂടുതൽ പ്രൈസ് ഉണ്ടാവും എന്തായാലും. ഓക്കെ, അപ്പം ഈ ഒരു ബൾക്ക് സ്റ്റോക്ക് ചെയ്യുമ്പോൾ തന്നെ വന്നിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ അതാ നമ്മുടെ ഇഫ്താറിൻ്റെ സമയമായി, ബാങ്കെല്ലാം കൊടുത്തു. നമ്മൾ നല്ല സന്തോഷകരമായിട്ട് എല്ലാവരും നോമ്പ് മുറിക്കുകയാണ്. മാഷാ അല്ലാ, നല്ല രസമാണ് ഇങ്ങനെയുള്ള ഗ്യാതറിങ്സ് ഈ ഒരു റംസാൻ ടൈമിൽ. എന്തായാലും നല്ല രീതിയിൽ മക്കളായാലും എല്ലാവരും എൻജോയ് ചെയ്തു അവിടുന്ന് ഇഫ്താർ കഴിഞ്ഞുകൂടി. ഈദ് റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അതായത് ഒരു റൈസ് റെസിപ്പിയും പിന്നെ ഒരു സ്വീറ്റ് റെസിപ്പിയും, പുഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട്. അപ്പം അതും ഇൻഷാ അല്ലാ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ആ പാർക്കിൽ. നല്ല രസമുള്ളൊരു തണുപ്പായിരുന്നു. നല്ല ഭംഗിയുള്ള പാർക്കുമാണ് ഈ ഒരു ഖുറാനിക് പാർക്ക്. അപ്പം നല്ലൊരു സ്പോട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഗ്യാതറിങ്സിന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് നമ്മൾ പിന്നെ ഡെലിവറി ചെയ്യാൻ പോയി. അതൊക്കെ കഴിഞ്ഞ് ഫൈനലി ഇതാ ഒരു ഫലൂദൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് അലൈനിലേക്ക് മടങ്ങി. അപ്പോൾ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സൊക്കെ ആഡ് ചെയ്തിട്ട് കുറേ ആയി ഇപ്പം എൻ്റെ ചാനലിൽ. അപ്പോൾ ഇങ്ങനെയുള്ള വ്ളോഗ്സ് നിങ്ങൾ കാണാൻ താല്പര്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്. ഇൻഷാ അല്ലാ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.